ബഹുമാന്യരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ നാഥന്റെ അപാരമായ അനുഗ്രഹ കാരുണ്യങ്ങളാൽ ഭൗതിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ അല്പസമയം ജീവിതത്തിൽ അനിവാര്യമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന മഹത്തായ ഒരു ജീവിത മാതൃകയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കാനും അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്താനും നമുക്ക് അവസരം കൈവന്നിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളുടെ ലോകമായ ഫിർദൗസിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശ്വാസികളുടെ മുമ്പിലുള്ള മഹത്തരമായ മാതൃകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ തന്റെ ജീവിതത്തിലൂടെ, പ്രവാചക ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉത്തമനായ പിതാവും ഉത്തമനായ ഭർത്താവും ഉത്തമനായ നേതാവും ഉത്തമനായ അനുയായിയും ഉത്തമനായ കച്ചവടക്കാരനും ഉത്തമനായ അയൽവാസിയും ഉത്തമനായ സൈനിക നേതാവും ഉത്തമനായ രാഷ്ട്രത്തലവനും സമൂഹത്തിന്റെ ഏതേത് തലങ്ങളിൽ മാതൃക കാണിക്കൽ അനിവാര്യമാണോ ആ രംഗങ്ങളിലെല്ലാം അനിതരവും അനൽപവുമായ മാതൃക ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പടച്ചതമ്പുരാന്റെ കലാം അതാത് സന്ദർഭങ്ങളിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും സഹാബത്ത് അപ്രകാരം തന്നെ ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം സാധ്യമാകുന്ന വിധത്തിൽ അവരത് രേഖപ്പെടുത്തി എഴുതി വെക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ വചനങ്ങൾക്കുള്ള വ്യാഖ്യാനമായ തന്റെ ജീവിതചര്യ അഥവാ സുന്നത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്താൻ അനുവദിച്ചില്ല. എന്നാൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അത് പ്രാവർത്തികമായി കാണിക്കുന്ന ഒരനുയായി വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമായി തീർന്നു. ആ പ്രവാചകന്റെ സാമീപ്യം ലഭിക്കുകയും പ്രവാചകന്റെ വായിൽ നിന്ന് ദീന് പഠിക്കാൻ അവസരം ലഭിക്കുകയും പ്രവാചകന്റെ കാൽപ്പാടുകളെ പിന്തുടരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹീതരായിരുന്നു സഹാബത്ത്. പലപ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നും. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് ഒരാൾ നന്നാവണമെന്നില്ല. അബൂജഹൽ ജീവിച്ചത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. അബൂലഹബ് ജീവിച്ചത്, ഉത്ബത്തും ഷൈബത്തുമെല്ലാം ജീവിച്ചത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിച്ചു വരുന്നവരായിരുന്നു അവര്. പ്രവാചകനുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നവരായിരുന്നു അവർ. റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് സൗഭാഗ്യം ലഭ്യമാകില്ല. മറിച്ച് ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതചര്യ അനുധാവനം ചെയ്യാൻ സാധിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സൗഭാഗ്യവാനായി തീരുന്നുള്ളൂ. അതാകുന്നു സഹാബത്തിന്റെ പ്രത്യേകത. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ അഭിപ്രായം ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത. ഏതെങ്കിലും ഒരാൾ ഒരു ചര്യയെ പിന്തുടരുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടവരുടെ ചര്യയെ പിന്തുടരട്ടെ. കാരണം ഫഇന്നൽ ഹയ്യ ലാ തുഅ്മിനു അലൈഹിൽ ഫിത്ന. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഫിത്നയിൽ നിന്ന് സുരക്ഷിതനല്ല. അതുകൊണ്ട് നിങ്ങൾ മാതൃകയാക്കേണ്ടത് മരണപ്പെട്ടവരുടെ ചര്യയാണ്. ആരാണവർ? ഫഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ. ഈ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായിരുന്നു അവർ. അബർറഹാ ഖുലൂബൻ, പവിത്രമായ ഹൃദയത്തിന്റെ ഉടമകളും വഅഅമഖഹാ ഇൽമൻ, അഗാധമായ ജ്ഞാനത്തിന്റെ ഉടമകളും വഅഖല്ലഹാ തകല്ലുഫൻ, കൃത്രിമത്വം, ജാടകൾ തീണ്ടാത്തവരുമായ ആളുകൾ. ഇഖ്താറഹുമുല്ലാഹു ലിസുഹബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ നബിയുടെ സഹവാസം കൊണ്ട് പടച്ചതമ്പുരാൻ അവരെ തെരഞ്ഞെടുത്തു. വലി ഇഖാമത്തി ദീനിഹി, തന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയും. അതുകൊണ്ട് വിശ്വാസികളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം ഫഅരിഫൂ ലഹും ഫദ്ലഹും,
നിങ്ങൾ അവരെ അറിയണം, അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ മഹത്വങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. വത്തബിഊഹും അലാ അസരിഹിം, അവരുടെ മാതൃകകൾ നിങ്ങൾ പിൻപറ്റണം. വതമസ്സകൂ ബിമസ്തതഅതും, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. ഇത് കാര്യങ്ങൾ മിൻ അഖ്ലാഖിഹിം, അവരുടെ വിശിഷ്ടമായ സ്വഭാവങ്ങളും, വസിയറഹും, അതായത് അവരുടെ മതത്തിലുള്ള അവരുടെ മാർഗങ്ങളും. കാരണം ഫഇന്നഹും കാനൂ അലൽ ഹുദൽ മുസ്തഖീം, അവർ നേരായ മാർഗത്തിലായിരുന്നു, സിറാത്തുൽ മുസ്തഖീമിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെ മാതൃകയായി സ്വീകരിക്കണം? എന്റെ ഹൃദയ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഹീറോമാർ ആരായിരിക്കണം? അഭ്രപാളികളിൽ മിന്നിമറയുന്ന നേതാക്കളല്ല, പ്രസിദ്ധീകരണങ്ങളുടെ സ്പോർട്സ് പേജുകളിൽ വർണ്ണചിത്രങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്പോർട്സ് രംഗത്തെ മാതൃകകളല്ല, മറിച്ച് വിശ്വാസതയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ഹീറോമാർ ആരായിരിക്കണം? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിന്തുടർന്നിട്ടുള്ള അവരുടെ അനുയായികൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തിട്ടുള്ള ആളുകൾ, ഖുർആൻ റസൂലിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നിടത്ത് ആ സഹാബത്ത് ആ ആയത്തുകൾക്ക് എന്തർത്ഥം മനസ്സിലാക്കി എന്നത് ദീനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ആ സഹാബത്ത് അവർ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട കാര്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം എന്നത് ദീനിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. പക്ഷേ സഹാബത്തിന് ഒരുതരം രണ്ടാം തരം പൗരന്മാരായി കാണുന്ന, മൻഹജിനെ ഒരു അഞ്ചാം മദ്ഹബായി കാണുന്ന ഒരു സമീപനം ആധുനിക കാലഘട്ടത്തിൽ പരിഷ്കരണവാദികൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന ചില ആളുകൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്നു വന്നിട്ടുള്ള സലഫുസാലിഹുകൾ എക്കാലത്തും അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുധാവനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സഹാബത്തിന്റെ ജീവിതത്തെ പഠിക്കുകയും പകർത്തുകയും ചെയ്യുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അക്കാര്യം അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് അതിശക്തമായ പനി ബാധിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ദുഹർ ബാങ്ക് കേട്ട സന്ദർഭത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ബോധം നശിച്ചു വീണുപോകുന്നു. സഹാബത്ത് മുഖത്ത് വെള്ളം തളിക്കുന്നു. ഇത്തിരി ആശ്വാസം ലഭിച്ചപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും വീണു പോകുന്നത് ആവർത്തിക്കുന്നു. ഇത്തിരി ആശ്വാസം വന്നപ്പോൾ ഫദ്ൽ ഇബ്നു ആബിദ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ചേർന്ന് 2 ചുമലുകളിലും കൈയിട്ടുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താങ്ങിയെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, പ്രവാചകന്റെ കാലുകൾ പൂഴിയിൽ വലിച്ചിഴക്കപ്പെട്ടു എന്ന കാരണത്താൽ അടയാളങ്ങൾ വീണിരുന്നു എന്നാണ്. അത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ എത്തിച്ചേരുകയാണ്. 23 വർഷക്കാലം താൻ വളർത്തിയെടുത്ത, തന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിന്റെ രണാങ്കണങ്ങളിൽ തന്റെ നേരെ വന്ന കൂരമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങാൻ തയ്യാറായി തീർന്ന ഷീബ് അബൂ താലിബിൽ പട്ടിണി കിടന്നുകൊണ്ട് പച്ചിലയും പച്ചവെള്ളവും മാത്രം ആഹരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടേണ്ടി വന്നപ്പോഴും തന്നെ കൈവിടാതെ തന്റെ കൂടെ പിടിച്ചു നിന്ന